Let's look at the excretory system of rabbit. So a pair of kidney is the excretory organ which is bean shaped. It has an outer convex surface and inner concave surface. So in the inner concave surface there is a depression called a hilum through which the arteries and veins and ureter comes out. The renal pelvis extends as ureter which opens into the urinary bladder and which goes out the urethra. It's just similar to human excretory organs. Say. Now, what is the internal structure of a kidney, LS of kidney? So it has four structures: cortex, outer cortex, inner medullary region, and pyramids and pelvis. So this is the cortical region, this one is the cortical region, and this is the medullary region in which you can see the renal pyramid. So these are the renal pyramid which is point towards the renal pelvis like. Renal pyramidസിനിടയിലൂടെ cortex extend ചെയ്യുന്നത്, that is called the columns of Purkinje. So these are the columns of Purkinje. The extended portion of the renal cortex into the medulla. Renal pyramids open ചെയ്യുന്നത് minute ആയ ചെറിയ ഇതേപോലെയാണുള്ളത്. So this one is called minor calyx. This is a minor calyx. So this is the major calyx. This one is the major calyx. അപ്പോൾ കുറേ മൈനർ കാലിക്സ് യുണൈറ്റ് ചെയ്തിട്ട് മേജർ കാലിക്സ് ആയിട്ടും ആ മേജർ കാലിക്സ് നേരെ ഓപ്പൺ ചെയ്യുന്ന ഒരു കൊളാമ്പി പോലുള്ള പെൽവിസിലേക്കാണ്. ദിസ് ഈസ് ദ റീനൽ പെൽവിക് റീജിയൻ എന്ന് പറയുന്നത്. അവിടെയാണ് എല്ലാ യൂറിനും വന്ന് കളക്ട് ചെയ്ത് വരുന്നത്. അത് പിന്നെ യൂറിറ്റർ വഴി നേരെ പുറത്തേക്ക് പോകുന്നു മാത്രമേ ഉള്ളൂ. ദിസ് ഈസ് ദ ഹോൾ കിഡ്നി ഈസ് കവേർഡ് ബൈ എ ടഫ് കണക്റ്റീവ് ടിഷ്യൂ കോൾഡ് capsule, or it is called tunica albuginea. നെഫ്രോൺ ആണ് ഇതിൻ്റെ ബേസിക് ആയ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് വരുന്നത്. അത് കിടക്കുന്നത് കുറച്ച് ഭാഗം കോർട്ടെക്സിലും കുറച്ച് ഭാഗം മെഡുലറി റീജിയനിലാണ്. ഇനി എന്താണ് നെഫ്രോണിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്? യു ഓൾറെഡി നോ ഇറ്റ്. സോ ഇറ്റ് ഹാസ് മെയിൻ ടു പാർട്സ്. അത് വൺ ഇസ് കോൾഡ് മാൽപീജിയൻ ക്യാപ്സ്യൂൾ and the renal duct. Malpighian capsule, now this portion is the Malpighian capsule. So it has two parts, that is called Bowman's capsule and glomerulus. So this cup-shaped structure is called the Bowman's capsule. അതിൻ്റെ സെൻട്രലായിട്ട് കാണുന്ന ഒരു നെറ്റ്വർക്ക് ഓഫ് കാപ്പിലറീസ് ആണ് glomerulus എന്ന് പറയുന്നത്, which is formed by the union of afferent arteriole. This one is the afferent arteriole and this is the efferent arteriole. ഇതുവഴിയാണ് ബ്ലഡ് ഉള്ളിലേക്ക് വരുന്നത്, ഇതുവഴി പുറത്തേക്ക് പോകുന്നുണ്ട്. റീനൽ ഡക്റ്റിൻ്റെ പോർഷൻസ് ആണ്, 4 പോർഷൻസ് ആണുള്ളത്. വൺ ഇസ് കോൾഡ് പ്രോക്സിമൽ കൺവോല്യൂട്ടഡ് ട്യൂബിൾ. ദിസ് ഈസ് ദ പ്രോക്സിമൽ കൺവോല്യൂട്ടഡ് ട്യൂബിൾ. ദെൻ ദർ ഇസ് എ യു ഷേപ്ഡ് Henle's loop is there. Then a distal convoluted tubule is there and which open into the collecting duct. ഇത്രയാണ് റീനൽ ഡക്റ്റിൻ്റെ പ്രധാനപ്പെട്ട പാർട്ട് എന്ന് പറയുന്നത്. ഇനി എന്താണ് ഫിസിയോളജി ഓഫ് എക്സ്ക്രീഷൻ എന്ന് പറയുന്നത്? ഹൗ ദ യൂറിൻ ഈസ് ഫോംഡ്. അതിൽ 3 പ്രോസസ്സാണ് ഉള്ളത്. ഫസ്റ്റ് വൺ ഈസ് ദ ഗ്ലോമറുലർ ഫിൽട്രേഷൻ, സെക്കൻഡ് ഈസ് ദ ട്യൂബുലർ റീഅബ്സോർപ്ഷൻ ആൻഡ് തേർഡ് വൺ ഈസ് കോൾഡ് ദ ട്യൂബുലർ സെക്രീഷൻ. ഗ്ലോമറുലർ ഫിൽട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ when the blood passes through the afferent arteriole into the glomerular capillaries under high pressure, the water and other dissolved substance are filters into the capsular spaces. ഈ capsular spacesലേക്ക് ഫിൽറ്റർ ചെയ്ത് വരും. So this process is called ultrafiltration. അങ്ങനെ ഉണ്ടാകുന്ന പ്രൊഡക്റ്റിൻ്റെ പേരാണ് ultrafiltrate എന്ന് പറയും. അതിൽ വാട്ടർ ഉണ്ടാവും, ഗ്ലൂക്കോസ്, അമിനോ ആസിഡ്, സം സാൾട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, ശരീരത്തിന് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ എന്തുണ്ടാവത്തില്ല, പ്ലാസ്മ പ്രോട്ടീൻസും ബ്ലഡ് സെൽസും ഒന്നും ഈ ക്യാപ്സുലർ ഫിൽട്രേറ്റിലേക്ക് ഉണ്ടാവത്തില്ല, അല്ലെങ്കിൽ ഗ്ലോമറുലർ ഫിൽട്രേറ്റിൽ ഉണ്ടാവത്തില്ല. ഇനി സെക്കൻഡ് പ്രോസസ് എന്ന് പറയുന്നത് ട്യൂബുലർ റീഅബ്സോർപ്ഷൻ ആണ്. അങ്ങനെയുള്ള കുറേ ആവശ്യമുള്ള പ്രൊഡക്റ്റായ വാട്ടർ, ഗ്ലൂക്കോസ്, അമിനോ ആസിഡ് ആൻഡ് സം സാൾട്സ് ആർ ടു ബി റീഅബ്സോർബ്ഡ് ബാക്ക് ഇൻ ടു ദ പെരിട്യൂബുലർ കാപ്പിലറീസ്. സോ ദിസ് ഈസ് ദ പെരിട്യൂബുലർ കാപ്പിലറീസ്. അഫറന്റ് ആർട്ടീരിയോളിൻ്റെ ബ്രാഞ്ചസ് ആണ് ഇതിനെ മൊത്തം കവർ ചെയ്തുകൊണ്ട് പ്രോക്സിമൽ കൺവോല്യൂട്ടഡ് ട്യൂബ്യൂളിനെയും ഹെല്ലീസ് ലൂപ്പിനെയും ഡിസ്റ്റൽ കൺവോല്യൂട്ടഡ് ട്യൂബ്യൂളിനൊക്കെ കവർ ചെയ്തുകൊണ്ട് ഈ കാപ്പിലറീസ് ഒരു നെറ്റ്വർക്ക് പോലെ അതിനെ പുറമേറ്റുണ്ടാവും. അതിലേക്കാണ് ഈ സാധനങ്ങളൊക്കെ ആഗിരണം ചെയ്യപ്പെടുന്നത്. എന്തൊക്കെയാണ് ആഗിരണം ചെയ്യുന്നത്, എവിടെ നിന്നൊക്കെയാണ് ആഗിരണം ചെയ്യപ്പെടുന്നത്? ഗ്ലൂക്കോസ്, അമിനോ ആസിഡ്, സോഡിയം, വാട്ടറൊക്കെ പ്രോക്സിമൽ കൺവോല്യൂട്ടഡ് ട്യൂബിൾ റീജിയനിൽ വെച്ചിട്ട് മാക്സിമം അബ്സോർപ്ഷൻ നടക്കും. അത് കഴിഞ്ഞിട്ട് നേരെ താഴത്തേക്ക് വരുന്ന സമയത്ത് ഇതൊക്കെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിലേക്ക് നയിക്കുന്ന പ്രക്രിയകളാണ്. അത് കഴിഞ്ഞ് താഴെ ഹെൻലീസ് ലൂപ്പിലേക്ക് എത്തുന്ന സമയത്താണ് വാട്ടറിൻ്റെ അബ്സോർപ്ഷൻ ഏറ്റവും കാര്യക്ഷമമായിട്ട് നടക്കുന്നത്. ബൈ ഓസ്മോസിസ് എന്ന് പറഞ്ഞ പ്രോസസ് പെരിട്യൂബുലർ കാപ്പിലറീസിലേക്ക് അബ്സോർബ് ചെയ്യും.
അപ്പോൾ ഹൈപ്പർട്ടോണിക് സൊല്യൂഷൻ ആക്കണോ ഹൈപ്പർട്ടോണിക് സൊല്യൂഷൻ ആക്കണോ എന്നൊക്കെ തീരുമാനിക്കുന്നത് ഹെൻലീസ് ലൂപ്പ് മെയിൻ ഏരിയ ആണ്. സോ ദിസ് ഏരിയ ഹെൻലീസ് ലൂപ്പ് ഹെൽപ്സ് ഇൻ കോൺസെൻട്രേറ്റിംഗ് ദ യൂറിൻ. അത് കഴിഞ്ഞിട്ട് അസെൻഡിങ് ലിംബിലേക്ക് പോകുന്ന സമയത്ത് സോഡിയം ക്ലോറിനൊക്കെ അബ്സോർബ് ചെയ്യും, ബൈകാർബണേറ്റ് ഒക്കെ അബ്സോർബ് ചെയ്യുന്നുണ്ട് പെരിട്യൂബുലർ കാപ്പിലറീസിലേക്ക്. ദെൻ ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബിലേക്ക് എത്തുന്ന സമയത്ത് ഈ പെരിട്യൂബുലർ കാപ്പിലറീസിന് ഡ്രഗ്സും ശരീരത്തിന് ആവശ്യമില്ലാത്ത വസ്തുക്കളൊക്കെ പൊട്ടാഷ്യം അയോണും ഹൈഡ്രജൻ അയോൺസ് ഇതിലേക്കൊക്കെ സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. ഈ ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബിലേക്ക് സെക്രീറ്റ് ചെയ്യപ്പെടും വേസ്റ്റ് മെറ്റീരിയൽ ആയതുകൊണ്ട്. അത് കഴിഞ്ഞിട്ട് നേരെ കളക്റ്റിംഗ് ഡക്റ്റിലേക്ക് എത്തുന്ന സമയത്ത് ADH എന്ന് പറഞ്ഞ ഹോർമോണിൻ്റെ സാന്നിധ്യത്തിൽ ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂളും ഇതൊക്കെ ADH ഹോർമോണിൻ്റെ പരിധിയിൽ വരുന്നതിനെയാണ്. വാട്ടറിൻ്റെ ആവശ്യത്തിനനുസരിച്ച് ശരീരത്തിലേക്ക് വെള്ളം ആഗിരണം ചെയ്യണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്നത് ADH ഹോർമോണാണ്, ആൻറ്റി ഡൈയൂററ്റിക് ഹോർമോൺ. സോ ഇറ്റ് റെഗുലേറ്റ് ദ വാട്ടർ റീഅബ്സോർപ്ഷൻ. അങ്ങനെ ഫൈനലായിട്ട് ഫോം ചെയ്യുന്ന സാധനമാണ് യൂറിൻ എന്ന് പറയുന്നത്. So urea, creatine and creatinine, all these are waste material. These are also secreted into the distal convoluted tubule. അങ്ങനെ ഫൈനലായിട്ട് കിട്ടുന്ന പ്രൊഡക്റ്റാണ്, എത്തിച്ചേരുന്ന പ്രൊഡക്റ്റാണ് യൂറിൻ എന്ന് പറയുന്നത്. ഈ കളക്റ്റിംഗ് ഡക്റ്റാണ് മൈനർ കാലിക്സിലേക്ക് ഓപ്പൺ ചെയ്ത് മേജർ കാലിക്സ് വഴി പിന്നെ നേരെ renal pelvis വഴി യൂറിറ്റ് വഴി പുറത്തേക്ക് ഇറക്കുന്നത്. So this is all about the physiology of excretion.